മാറ്റിവെച്ച പുതിയ മദ്യനയം ഇന്നത്തെ മന്ത്രിസഭാ യോഗം പരിഗണിക്കാൻ സാധ്യത. സംസ്ഥാനത്തെ ഡാമുകളിലും ജലാശയങ്ങളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുള്ള പദ്ധതിയും യോഗത്തിൻ്റെ അജണ്ടയിലുണ്ട്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ വാസയോഗ്യമല്ലാത്ത പ്രദേശ വീടുകളിലുള്ളവരെ പുനരധിവസിപ്പിക്കുന്നുള്ള മാനദണ്ഡങ്ങൾ മന്ത്രിസഭ ചർച്ച ചെയ്യാൻ സാധ്യത. ഉമേഷ് ബാലകൃഷ്ണൻ മന്ത്രിസഭാ യോഗത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ ഉമേഷ്. ഗുഡ് മോർണിംഗ് എസ്റ്റേൻ. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെച്ചത്. അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വീണ്ടും പരിഗണിക്കാനാണ് സാധ്യത. പ്രധാനമായി ഡ്രൈ ഡേ ദിവസം ബാറുകൾക്ക്, പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലുള്ള ബാറുകൾക്ക് തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി, അന്നേ ദിവസം 1-ാം തീയതി നടക്കുന്ന ആഡംബര വിവാഹങ്ങൾക്ക് പ്രത്യേക ലൈസൻസ്, മദ്യം വിളമ്പാനുള്ള പ്രത്യേക ലൈസൻസ് നൽകാനുള്ള തീരുമാനം, ഒപ്പം കള്ള് ഷാപ്പുകൾക്ക് ദൂരപരിധി, അവയുടെ പ്രവർത്തന രീതി എന്നിവ മാറ്റാനുള്ള തീരുമാനം, ഇവയെല്ലാമായിരുന്നു പ്രധാനമായും മദ്യനയത്തിൽ കഴിഞ്ഞ തവണ കൊണ്ടുവന്നത്. ഇതിൽ കൂടുതൽ ചർച്ച വേണമെന്ന് CPI മന്ത്രിമാരടക്കമുള്ളവർ ഉന്നയിച്ചു, പ്രത്യേകിച്ച് കള്ള് ഷാപ്പുകളുടെ കാര്യത്തിൽ. ഈ കാര്യങ്ങളെല്ലാം കൂടുതൽ ചർച്ചകൾക്ക് ശേഷം ഇന്ന് വീണ്ടും എത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത സാമ്പത്തിക വർഷത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ തീരുമാനത്തിലേക്ക് ഇന്നത്തെ മന്ത്രിസഭ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതേസമയം മറ്റൊരു സുപ്രധാന അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഡാമുകളിലും മറ്റും സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിയാണ്. നേരത്തെ തന്നെ വയനാട് ഇത് സംബന്ധിച്ച പൈലറ്റ് പ്രോജക്റ്റ് നടപ്പാക്കി അത് വിജയകരമാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിസഭ ഈ തീരുമാനം പരിഗണിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്കുള്ള ബദൽ ക്രമീകരണ പദ്ധതികൾ, അക്കാര്യങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. SKN.